നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ 10 ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ ദേവസ്വത്തിനെതിരായ സംഘപരിവാറിന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിയുന്നു. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഗുരുവായൂർ ദേവസ്വത്തിന്റെ 450 കോടി രൂപ കാണാനില്ലെന്ന സോഷ്യൽ മീഡിയ പ്രചരണം തെറ്റാണെന്ന് ദേവസ്വം ഭരണസമിതി. ഗുരുവായൂർ ദേവസ്വത്തിന് സഹകരണ ബാങ്കുകളിലൊന്നും നിക്ഷേപമില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ പറഞ്ഞു. ഇനി കായിക വാർത്ത. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി ഇന്ത്യ. സൗദി അറേബ്യയിൽ നടന്ന എവേ മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോൾ സ്കോർ ചെയ്യാനായില്ല. മധ്യനിരയിൽ മാത്രമാണ് മികച്ച നീക്കങ്ങൾ നടന്നത്. മൻവീർ സിംഗ് ആദ്യ പകുതിയിൽ മികച്ച പൊസിഷനിൽ എത്തിയത് പ്രതീക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. രണ്ടാം പകുതിയിൽ വിക്രം സിംഗ് മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.